നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഡൽഹിയിലെ കോടതിയിൽ നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഏവർക്കും സാക്ഷ്യം വഹിക്കാനായി കഴിഞ്ഞിട്ടുള്ളത്. ആം ആദ്മി എം പിയായ സ്വാതി മലിവാൾ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. ഒരു വനിതാ പോലീസ് കുഴഞ്ഞു വീണ നിലത്ത് വീണ ഒരു കാഴ്ചയും കാണേണ്ടി വന്നു. എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഏറെ ആകാംക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത്. ഒരു കാരണവശാലും ഒരു അടി പോലും പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് സ്വാതി മലിവാൾ ഉറച്ചു നിൽക്കുന്നത്. സ്വാതി മലിവാളിനെ മർദ്ദിച്ച കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA ബിഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സംഭവത്തിലായിരുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾ അരങ്ങേറിയത്. ഡൽഹി തീസ് ഹസാരി കോടതിയിൽ പ്രതിഭാഗം വാദം നടത്തുന്നതിനിടയിലാണ് സ്വാതി മലിവാൾ പൊട്ടിക്കരഞ്ഞത്. സ്വാതി സ്വയം പരിക്കുകൾ ഉണ്ടാക്കിയതാണ് എന്നുള്ള വാദമാണ് പ്രതിഭാഗം അഭിഭാഷകനായ N ഹരിഹരൻ വാദിച്ചത്. ഈ സമയത്താണ് വികാരധീനയായി സ്വാതി മലിവാൾ പൊട്ടിക്കരഞ്ഞത്. സ്വാതിയെ അപകീർത്തിപ്പെടുത്താനല്ല ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്ന് അഭിഭാഷകൻ പറഞ്ഞെങ്കിലും അവർക്ക് കരച്ചിൽ പിടിച്ചടക്കാൻ കഴിയാതെ വരികയായിരുന്നു. ആരോപണങ്ങൾ ഉന്നയിക്കാനായി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ CCTV ഇല്ലാത്ത ഡ്രോയിങ് റൂം മനഃപൂർവ്വം സ്വാതി തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും ആസൂത്രിതമായ ആരോപണങ്ങളാണ് സ്വാതി തന്റെ കക്ഷിക്കെതിരെ ഉയർത്തിയിരിക്കുന്നതെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ബിഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ നേരത്തെ കോടതി നിരുപാധികം തള്ളിയിരുന്നു. അതിനുശേഷം രണ്ടാമതായി നൽകിയ അപേക്ഷയാണ് ഇന്ന് പരിഗണിക്കാനിരുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ തന്നെ കനത്ത ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഈ സമയത്താണ് ഇങ്ങനെ ഒരു വിധിപ്രസ്താവം നടക്കുന്നതിനിടയിൽ കോടതിക്കുള്ളിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ കുഴഞ്ഞു വീണത്. അതും വലിയ തോതിൽ ആശങ്ക വർദ്ധിപ്പിച്ചു. അതേസമയം തന്നെ വധിക്കുമെന്നും മാനഭംഗപ്പെടുത്തുമെന്നുമുള്ള ഭീഷണികളാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നതെന്നും സ്വാതി മലിവാൾ കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. യൂട്യൂബറായ ധ്രുവ് രാഠി തന്റെ അഭിപ്രായങ്ങൾ മാനിക്കാതെ ഏകപക്ഷീയമായി വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നിരവധി ആളുകൾ അത് കണ്ട് തനിക്കെതിരെ ആക്രോശിക്കുന്നതെന്നും തനിക്കെതിരെ ഭീഷണി മുഴക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മുൻ സെക്രട്ടറി വൈഭവ് കുമാറിനെതിരെ പരാതി നൽകിയ ശേഷം ആം ആദ്മി നേതാക്കളും പ്രവർത്തകരും തനിക്കെതിരെ നടത്തുന്ന സ്വഭാവഹത്യയുടെ തുടർച്ചയായി തന്നെയാണ് യൂട്യൂബ് വീഡിയോ ഇപ്പോൾ പുറത്തു വന്നതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനുശേഷം മോശകരമായ രീതിയിൽ പലതരത്തിലുള്ള ഭീഷണികളും വെല്ലുവിളികളുമാണ് ഉയർന്നിട്ടുള്ളത്. തൻ്റെ ഒരു ഭാഗം കേൾക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിലാണ് ആ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ തന്നെ തനിക്കെതിരെ നടന്ന സംഭവത്തിൽ ആം ആദ്മി പാർട്ടി മലക്കം മറിഞ്ഞത്, മർദ്ദനത്തിന്റെ പരിക്കുകൾ വെളിപ്പെടുത്തുന്ന റിപ്പോർട്ട്, CCTV ദൃശ്യങ്ങളുടെ തിരഞ്ഞെടുത്ത ഭാഗം പുറത്തുവിട്ടത്, പ്രതിയുടെ ഫോൺ ഫോർമാറ്റ് ചെയ്തത്, പ്രതിയെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ പ്രവേശിപ്പിച്ചത് തുടങ്ങി നിരവധി വിഷയങ്ങൾ ധ്രുവ് രാഠി വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല എന്നും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മറുഭാഗത്ത് സ്വാതി മലിവാൾ ആം ആദ്മിയിൽ നിന്നും രാജിവെക്കുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. രാജിവെക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അവർ ഉയർത്തിയിരിക്കുന്നത്. പാർട്ടി നേതൃത്വവുമായി ഒത്തുതീർപ്പിന് സാധ്യത ഒന്നും തന്നെ ഇല്ല എന്നും സ്വാതി പറയുന്നു. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ചാണ് തനിക്ക് മർദ്ദനം സംഭവിച്ചതെന്നും അരവിന്ദ് ജിക്ക് ക്ലീൻ ചീറ്റ് നൽകാൻ തനിക്ക് കഴിയില്ല എന്നും കൂടിയാണ് സ്വാതി മലിവാൾ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.